talk of the town. സർ പറഞ്ഞു 5 രീതിയിൽ ഒരു മനുഷ്യനെ സമ്പാദിക്കാം. ഒന്ന്, അവന് ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റൊന്ന്, അവന് ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മൂന്നാമത്, അവന് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നാലാമത്, അവന് വേണമെങ്കിൽ ഡോളർ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കറൻസി മേടിക്കാം. അഞ്ചാമത്, ഇതൊന്നുമല്ല, അവന്റെ പണം സുരക്ഷിതമായി ബാങ്കിൽ കൊണ്ടിടാം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പണം തരുന്നത് ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ അതിന്റേതായ റിസ്ക് ഉണ്ട്. ലാൻഡ് ആണെങ്കിൽ ഓഹരിയുടെ 4/1 ലാഭമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്രേ വളർച്ച ഉണ്ടാവുള്ളൂ. ഗോൾഡ് ആണെങ്കിൽ ഓഹരിയുടെ എത്രയോ ചെറിയ ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഗോൾഡ് ഇസ് നോട്ട് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ്സ് വാട്ട് യു ആർ സെയിങ്. ലാൻഡ് ഇസ് നോട്ട് എൻ എക്സലന്റ് ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ്സ് വാട്ട് യു ആർ സെയിങ്. ലാൻഡിലുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ലാൻഡിന് അപ്രിസിയേഷൻ കിട്ടുന്നതിലും ഒരുപാട് ഗൾഫുകാർ നാട്ടില് ഭൂമി മേടിച്ചിടാനാ നോക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ഭൂമിക്ക് ഇപ്പോൾ അപ്രീസിയേഷൻ ഇത് വെച്ച് ഒരാളും കമ്പയർ ചെയ്തിട്ടില്ല. മാത്രല്ല ഭൂമി വാങ്ങിച്ചു വെക്കുമ്പോൾ സെന്റിന് 3000 ആയിരുന്നു, ഇപ്പൊ 3 ലക്ഷം എന്ന് പറയുന്ന ആൾക്കാരില്ലേ. അതന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മള് വിൽക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ 2 ഘടകങ്ങളുണ്ട്. നമ്മൾ വാങ്ങുമ്പോൾ ഒരു ഭൂമി നമ്മൾ മേടിക്കുന്നു, 2 ലക്ഷം ഉറുപ്പിക സെന്റിന് വെച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആധാരത്തിൽ കാണിക്കുന്നത് ആ 2 ലക്ഷത്തിന് 20,000 ആയിരിക്കും. ബ്ലാക്ക് മണിയാണ് ബാക്കിയുള്ളത് കൊടുക്കുന്നത് വാങ്ങിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഇത് വിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ 4 ലക്ഷത്തിന് കൊടുക്കുന്നു. 2 ലക്ഷത്തിന് വാങ്ങിച്ച് 4 ലക്ഷത്തിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വായ നിറച്ച. പക്ഷെ യഥാർത്ഥത്തിൽ 100% അതിന് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പെർസെന്റേജ് വൈസ് അല്ലെങ്കിൽ ഇരട്ടിയായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് വിൽക്കുമ്പോഴും ഈ 4 ലക്ഷം നമുക്ക് മുഴുവൻ വൈറ്റ് ആയിട്ടല്ല കിട്ടുന്നത്. കാരണം നേരത്തെ 20 ലക്ഷമാണ് ആധാരത്തിൽ എഴുതിയിരുന്നെങ്കിൽ ഇപ്പോഴെഴുതാൻ പോകുന്നത് ചിലപ്പോൾ 40,000 ഉറുപ്പിക എഴുതിയെന്ന് വരും. അപ്പൊ ബാക്കി വരുന്ന മുഴുവൻ ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് ചോദിച്ചാൽ ഗവൺമെന്റ് ഇൻകം ടാക്സ് അതോറിറ്റീസ് പറയുന്ന പെനാൽറ്റി കൊടുക്കേണ്ടായി വരും. ഇതും സംഭവിക്കും. മാത്രമല്ല നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കണം നമുക്ക്. ആ ജീവിക്കാൻ വേണ്ടി ഓരോ സ്ക്വയർ മീറ്റർ വീട് ഭൂമി മുറിച്ചു വിറ്റ് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അതേ സമയത്തിൽ ഇങ്ങനെയുള്ള നിക്ഷേപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം ഓരോ മാസവും നമ്മൾ പറയുന്ന ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നാട്ടിൽ വാങ്ങിച്ച ഭൂമിയിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് കൃത്യമായ ഒരു റിട്ടേൺ ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സർ, ഒരുപാട് പേർക്ക് ഓറിയന്റേഷൻ കൊടുത്തു, ഒരുപാട് പേരെ എന്താ പറയാ സക്സസ്ഫുൾ ആക്കാനായിട്ട്, സമ്പാദിക്കാനായിട്ട്, സേവിങ്സ് കാത്തു സൂക്ഷിക്കാനായിട്ട്. സേവിംഗ് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണോ, സമ്പാദ്യം എന്നാണോ, അതോ അടുത്ത ജനറേഷന് വേണ്ടി എടുത്തു വെക്കുക എന്നാണോ? എന്താണ് സേവിംഗ് എന്ന് പറഞ്ഞാൽ? ഒറ്റ ലൈനിൽ പറയാൻ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക. അതായത് ഇന്ന് നമുക്ക് കിട്ടിയത് മുഴുവൻ ചെലവഴിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സംഭവം കണ്ടത് അങ്ങ് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതി 200 ഗൾഫ് റിട്ടേണേഴ്സിനെ എനിക്ക് ഗുരുവായൂരിൽ വെച്ച് കാണാൻ സാധിച്ചു. അതിൽ 120 ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ്. അതിൽ പലരും പറഞ്ഞത് വീട്ടിലിരിക്കാൻ സ്വസ്ഥത ലഭിക്കുന്നില്ല, രാവിലെ വീട്ടിൽ നിന്ന് പോരും, ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നാണ്. ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് വീട്ടിൽ 1-2 കാറുകൾ, 1-ൽ കൂടുതൽ കാറുകൾ ഉണ്ടായിരുന്നു, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സുഖസുഭിക്ഷമായ ജീവിതമാണ്. ഇന്ന് ആ ജീവിതം അവർക്കില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം, വാത്സല്യം ഇതെല്ലാം അനുഭവിക്കാം, എനിക്കവർക്ക് സ്നേഹം നൽകാം എന്നുള്ള അതിശക്തിയായിട്ടുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് അവഗണന ലഭിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. എന്താ ചെയ്തപ്പോ അവരൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഈ കാര്യം ഒരിക്കലും അവർ ചിന്തിച്ചില്ല. ഈ തിരിച്ചുപോക്കുണ്ടാവും. ആ തിരിച്ചുപോയി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് പണം അയച്ചു കഴിഞ്ഞാൽ സേവിംഗ് എന്റെ ഫാമിലിയാണെന്ന് പറയുന്ന ഒരുപാട് അച്ഛന്മാരുണ്ട് ഈ നാട്ടില്. അത് ഈ പണം അയക്കുമ്പോൾ അവര് നമ്മൾ ഇഷ്ടപ്പെടും. ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാ. സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണ്. ആ ത്യാഗം, ഇവർ ചെയ്യുന്ന ത്യാഗം അവരറിയുന്നില്ല, അവിടെ ഉള്ളവർ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ത്യാഗത്തെ പറ്റി മനസ്സിലാക്കാതെ, ഈ ചെല്ലുന്ന പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ, അവർ മനസ്സിലാക്കുന്ന മൂല്യം വില കുറച്ച് കാണിക്കുന്ന മൂല്യമാണ്. നിങ്ങളുടെ ഒരു ദർഹത്തിന് 18 റുപ്യ കിട്ടണത് എന്നുള്ള ആ പുച്ഛത്തോടു കൂടിയുള്ള ഒരു വാല്യൂ ആണ് അവിടെ നൽകുന്നത്. അതായത് വില കുറഞ്ഞ പണം അവിടെ എത്തുമ്പോൾ അത് ഞങ്ങൾക്ക് സുഖമായി ചെലവാക്കി ജീവിക്കാം എന്നുള്ള മോഹമാണ് അവിടെ ഉള്ളത്. ഇതിന് സൊല്യൂഷൻ എന്താ സാർ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നാട്ടിൽ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ക്ലാസ് നടത്തുമ്പോൾ പങ്കെടുക്കുന്ന എപ്പോഴും 80% കൂടുതൽ സ്ത്രീകളായിരിക്കും. അവരെ കൊണ്ട് ഇരുത്തി കരയിപ്പിക്കും. നിങ്ങൾ ക്രൂരമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. കാരണം ഈ പണം ഉണ്ടാക്കി തരുന്നവരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ ജീവിക്കുകയും ഈ കിട്ടുന്നത് മുഴുവൻ
ചെലവാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഒട്ടും ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തും. Talk of the town. സേവിങ്സ് എന്ന് പറയുമ്പോൾ പലരും പറയും എന്റെ ഫാമിലിയാണ് എന്റെ ഏറ്റവും വലിയ സേവിങ്, എന്റെ ഫാമിലിയെ ഹാപ്പിയാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതല്ലേ സേവിങ്? അപ്പൊ പണം സൂക്ഷിക്കണോ, പണം സൂക്ഷിച്ചു വെക്കണോ, നാളത്തേക്ക് വേണ്ടി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു, പണം സൂക്ഷിക്കുക, അത് തന്നെയാണോ സേവിങ്? ഇന്നലെയും വിനിയാന്നും ഞാൻ ആളുകളോട് പറഞ്ഞ കാര്യം, നമുക്ക് ജീവിതം ഒരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് കുടുംബവുമായി ജീവിക്കുക. ഇവിടെ കുടുംബം അല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് 15 വർഷമായി എന്ന് പറയും. അവരോട് സ്വന്തം ഭാര്യയുമായി എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചാൽ 15 മാസമായിരിക്കും. പണം കൊടുത്താൽ കുടുംബജീവിതം ലഭിക്കില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിക്കില്ല. അതിന് നമ്മുടെ സാമീപ്യം തന്നെ വേണം. ആ സാമീപ്യം വേണമെങ്കിൽ ഒരു 45-50 വയസ്സാകുമ്പോഴെങ്കിലും നാട്ടിൽ പോയി കുടുംബവുമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഈ മക്കള് വീട്ടിലുണ്ടാവില്ല. ഹയർ സ്റ്റഡീസിന് വേണ്ടി അവരെ പറഞ്ഞുവിടും. പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകും. അപ്പോൾ ഈ പിതാവിന് വാത്സല്യം, കുട്ടികളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം അത് കിട്ടില്ല. കാരണം ഈ മക്കൾക്ക് നമ്മൾ അവർക്ക് സ്നേഹം ആവശ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സ്നേഹമാണ് പിൽക്കാലത്ത് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. ഒരു ഡെഫിനറ്റ് കാലഘട്ടം കഴിഞ്ഞാൽ, കുറച്ചു കാലം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചുപോയി കുടുംബമായിട്ട് ജീവിക്കണം. ആ സമയത്ത് യു നീഡ് മണി ടു ലിവ്. യെസ്. സോ അതിനുവേണ്ടി വെരി ഇമ്പോർട്ടന്റ്. അതില്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയായിട്ട് മാറും. ഒരൊറ്റ അനുഭവം പറഞ്ഞാല്, ഒരു സുഹൃത്ത്, ഷാർജയിലുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഞങ്ങളൊക്കെ വളരെ ഊഷ്മളമായ യാത്രയപ്പ് നൽകി. അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ NH-ന്റെ സൈഡിലാണ് എന്റെ വീട്, എന്റെ വീട്ടിൽ കയറണം, ഒരു സുലൈമാനിയെങ്കിലും കുടിച്ചു പോകണം, നമ്മൾ ആ സ്നേഹം പുതുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണോ, എന്റെ കുടുംബത്തിന് എന്നല്ല ആവശ്യം, എന്റെ പണമാണ്. ഞാൻ ഇനി ഇവിടെ കിട്ടാവുന്ന ജോലി ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരെ സംതൃപ്തരായി ജീവിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും 2 വർഷമേ ഇവിടെ ജീവിക്കാൻ സാധിച്ചുള്ളൂ. രോഗിയായി മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. ആരോഗ്യത്തോടു കൂടി പോയ ആ മനുഷ്യനെ സ്വീകരിക്കാത്ത കുടുംബം അനാരോഗ്യം കൊണ്ട് വീഴ്ചയിൽ ചെന്ന മനുഷ്യനെ സ്വീകരിക്കുമോ? സർ, അതാണ് ആലോചിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സങ്കടം വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ ലൈഫിൽ. there could be dark scenes and bright scenes as well, അല്ലെ? സർ ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ നടന്നു, ഇങ്ങനെ തന്നെ നടക്കണമെന്നില്ലല്ലോ. ബഹുഭൂരിപക്ഷം ഇതാണ്. എന്റെ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ ഷാർജയിൽ എന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ 8 ബോക്സ് ഫയൽ നിറച്ചും കത്തുകളുണ്ട്. പ്രവാസികൾ 8 ബോക്സ് ഫയൽ നിറച്ചും. അത് ഓരോന്നും ഒരു കഥയാണ്, ഓരോന്നും കഥയാണ്. സർ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? when did you start this? സമ്പാദിക്കാൻ തുടങ്ങി. are you a rich man? are you a successful man? ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയണം എനിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, റിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ. ഐ ആം എ സാറ്റിസ്ഫൈഡ് പേഴ്സൺ. ദാറ്റ് ഈസ് എ തിങ്. I don't have any definition for rich. Whatever I want, I got. I had very, very clear-cut goal on my life. I achieved everything. Today, my goal is to do maximum for the humanity. And the reason is, എല്ലാ മതഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുള്ള മനുഷ്യർക്ക് നന്മ ചെയ്യൂ, ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. മറ്റൊന്നും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു എ സക്സസ്ഫുൾ മാൻ? ഐ ആം വെരി സക്സസ്ഫുൾ. എന്റെ ലക്ഷ്യം ഇതാണ്. ഇത് എന്റെ അന്ത്യശ്വാസം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഞാൻ സക്സസ്ഫുൾ ആണ്. യു ഹാവ് എ സ്റ്റോറി ഓഫ് സേവിംഗ് യുവർ ഓൺ മണി, അല്ലേ? അതെ, എപ്പോഴും ഞാൻ പറഞ്ഞു പഠിപ്പിക്കാറുള്ളൊരു കാര്യമാണ്. ഉമ്മ തന്ന 10 രൂപയാണ് ആദ്യത്തെ സേവിംഗ്. അതിൽ നിന്നാണ് Talk of the town. ലോകത്തിന് മുഴുവൻ സേവിങ്സ് പഠിക്കുന്ന ആള് സേവിംഗ് പഠിച്ചത് എങ്ങനെയാണ്? അതെനിക്ക് കേൾക്കണം. ദാറ്റ്സ് മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ടു യു. അത് യഥാർത്ഥത്തിൽ ആദ്യം ഞാനാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. അതിൽ നിന്ന് 2 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണ്ടി ഞാൻ നാഷണൽ സേവിംഗ് എത്ര രൂപയായിരുന്നു? 2 രൂപ. പോസ്റ്റ് ഓഫീസില് 2 രൂപയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അത് മാത്രല്ല, എന്റെ മദർ വലിയൊരു ഗൈഡാ. എന്താ പറഞ്ഞു മദർ? എന്റെ മദർ മുമ്പ് പറയുമായിരുന്നു, മാത്രമല്ല 96 വയസ്സിലാണ് എന്റെ പ്രിയപ്പെട്ട മാതാവ് നിര്യാതയാവുന്നത്. 6 മാസേ സുഖമില്ലാതെ കിടന്നിട്ടുള്ളൂ. അതുവരെ ഞങ്ങളുടെ വില്ലേജിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നാട്ടിലുള്ള എല്ലാവരും വന്ന് കാണുമായിരുന്നു.
അങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം പറയും, മക്കളെ, കുന്നായാലും കോരിയാൽ കുളമാകും, അതുകൊണ്ട് സൂക്ഷിച്ച് ചെലവാക്കണം കേട്ട എന്ന് പറയും. ഓ, ഗംഭീരം. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ക്ലാസ്സുകളിലും ഞാനും പറയാറുണ്ട്. എന്റെ ഉമ്മ തന്ന ആ സന്ദേശം ലക്ഷോപലക്ഷം ആളുകളിലേക്ക് ഇപ്പതാ ഈ മീഡിയയിൽ കൂടെ എത്തിക്കുകയാണ്. നമുക്ക് കിട്ടുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കുന്നാണെങ്കിലും അത് കോരിക്കൊണ്ടിരുന്നാൽ അത് കുളമായി മാറും എന്നതുപോലെ എത്ര വലിയ സംഖ്യയായിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ചെലവ് ചെയ്യാൻ അങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നു പോയി സീറോ ആയിത്തീരും. കുന്നായാലും കോരിയാൽ കുളമാവും. തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. ഒരുപാട് സമ്പാദിക്കുന്നവർ പിശുക്കന്മാരാണെന്ന് ഒരു ആഖ്യാനം പുറത്തുണ്ടാവും. സത്യമാണോ അത്? ഒരിക്കലും പിശുക്കാവും ആവാൻ പാടില്ല. എന്റെ പിശുക്കും സേവിങ്സും പിശുക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്താണ് പിശുക്ക്? അത് യഥാർത്ഥത്തിൽ പിശുക്കന്മാര് സമ്പാദിക്കുന്നവരല്ല, തിരിച്ചാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് നമ്മൾ ആ വിഷയമൊന്നും ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 4 തത്വങ്ങളുണ്ട്. എന്തൊക്കെയാണത്? അമിതവ്യയശീലം. അമിതവ്യയശീലം എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ള മനുഷ്യരൊഴികെ ഒരു ജീവജാലങ്ങളും ചെയ്യാറില്ല. ഒരു സിംഹത്തിന് വേണമെങ്കിൽ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും വേട്ടയാടാം. എന്നാൽ തന്നെ വിശപ്പ് തുടങ്ങിയാൽ ഒരു ഉരുവിനെ വേട്ടയാടുന്നു. വേട്ടയാടി അതിനെ തിന്ന് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അതവിടെ വെച്ചു പോവുകയും ചെയ്യുന്നത്. പിന്നീട് ഒരാളെയും ഒരു മൃഗത്തെയും പിന്നെ വേട്ടയാടുന്നില്ല. പിന്നൊരു വിശപ്പ് വരുന്നവരെ കാത്തിരിക്കും. പക്ഷികള് രാവിലെ അങ്ങ് പുറപ്പെട്ട് അവരുടെ വയറ് നിറയെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു. അവര് വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതേസമയം കൊളസ്ട്രോൾ ഇല്ല, ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല, ഇതൊന്നും അവർക്കുണ്ടാവുന്നില്ല. അതേസമയത്ത് പട്ടിണി മരണവും ഉണ്ടാവുന്നില്ല. അപ്പൊ മനുഷ്യനോട് ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെയും സംരക്ഷകനാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ ഉത്തരവാദിത്വം ഈ ഭൂമിയിലുള്ള വിഭവങ്ങളെ മിതത്വത്തോടുകൂടി എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ലഭ്യമാവാൻ വേണ്ടി മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ അമിതവ്യയം പാടില്ല. അമിതവ്യയം പാടില്ല. രണ്ടാമത്തെ, അമിതവ്യയം ചെയ്യുന്നവർക്കാണ് കടമെടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ എനിക്ക് ഇത്ര ശമ്പളമുണ്ട്, അതിന്റെ ഇരട്ടി ചെലവാക്കി ഞാൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തു സംഭവിക്കുന്നു? ഞാൻ കടമെടുക്കുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നു, പലിശ വരുന്നു. ആ പലിശയുടെ ആധിക്യാണ് നേരത്തെ പറഞ്ഞ 3 ലക്ഷം ദിർഹത്തിന്റെ കടം വന്നിട്ടുള്ള അവസ്ഥ. രണ്ടാമത്തത് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, പലിശ വരുന്നത് രണ്ടാമത്തെ അമിതവ്യയത്തിന്റെ സന്തതിയായിട്ടാണ് അത് വരുന്നത്. അമിതവ്യയം പാടില്ല, കടം മേടിക്കാൻ പാടില്ല. കടം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടായാൽ ഗ്രീഡിനെസ് ഉണ്ടാവുന്നു, അത്യാഗ്രഹം. ഗ്രീഡിനെസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? മനുഷ്യത്വം നഷ്ടപ്പെടും. അവിടെ സംഭവിക്കുന്ന എന്താ? മനുഷ്യൻ നഷ്ടപ്പെടും. സോ ഈ 4 തത്വങ്ങളെ ഞാൻ ഇങ്ങനെ ചുരുക്കട്ടെ സർ. അമിതവ്യയം പാടില്ല, കടം മേടിക്കാൻ പാടില്ല, ഗ്രീഡ് പാടില്ല, അത്യാഗ്രഹം പാടില്ല, മനുഷ്യത്വം കൈവിടാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ 4 അഞ്ചാമത്തത് ദാനധർമ്മങ്ങൾ ചെയ്തേ തീരൂ. ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിലെല്ലാം മിതത്വവും ന്യായമായും ജീവിക്കുന്നതിന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ഇതൊരു ഫിനാൻഷ്യൽ സൈക്കിളാണ്. കാരണം എനിക്ക് ആളുകളോട് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ 60 വയസ്സായപ്പോ 2.5% ഞങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. ഞാൻ 10% കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ മക്കളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നു, വാട്ട് ഇസ് യുവർ വ്യൂ? അപ്പൊ പറഞ്ഞു, ഡാഡി അധ്വാനിക്കുന്നു, ഡാഡി ഉണ്ടാക്കിയിരിക്കുന്നു, ഡാഡി ഇവിടെ വരുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് $2 ദുബൈയിൽ ഇറങ്ങിയെന്ന്, ബാക്കിയുള്ളതെല്ലാം ഡാഡി ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഡാഡിക്ക് ഇഷ്ടമുള്ളത്, ഡാഡിക്ക് സന്തോഷമുള്ള പോലെ ഡാഡി ചെയ്യൂ എന്ന് പറഞ്ഞു. മനുഷ്യരറിയാത്ത ഒരു കാര്യമാണത്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് തത്വത്തിൽ എങ്ങനെ പണം വർദ്ധിക്കുന്നു എന്നതുപോലെ മനുഷ്യരറിയാത്തൊരു കാര്യമാണ്. ധർമ്മം എത്രത്തോളം ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വരുമാനം കൂടി വരും എന്നുള്ള തത്വം ഒരാളും മനസ്സിലാക്കുന്നില്ല. നീ കൊടുക്കുന്നത്രയും നിനക്ക് കിട്ടും. വാവ്, ഫാന്റാസ്റ്റിക്. ഞാൻ ഇതിനെ ഇങ്ങനെ വൈൻഡ് ചെയ്യാണ്. കീപ് ലേണിംഗ്, കീപ് ഏർണിംഗ്, കീപ് ഷെയറിംഗ്, കീപ് ഗിവിംഗ്. ഐ തിങ്ക് താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ബീൻ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. KV ഷംസുദ്ദീൻ ഇസ് ഹിയർ വിത്ത് us. അദ്ദേഹം പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ഒരുപാട് പേർക്ക് എങ്ങനെ സമ്പാദിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ മിഷൻ സ്വയം സ്വീകരിച്ചിട്ടുള്ള ഒരു എക്സ്പാട്രിയറ്റ് ആണ്. He's been living here for the past 46 years and it's been a long story and a long session. Thank you very much, sir. Great talking to you. ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. ശ്രോതാക്കൾക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.